നിന്റെ കാലുകളിൽ ഒന്ന് നഷ്ടമാകുമ്പോൾ ഒരു കാലിൽ നിൽക്കുക. കാലുകൾ രണ്ടും നഷ്ടമാകുമ്പോൾ കൈകളാവണം കരുത്ത്. കൈകളും വിധി കൊണ്ടു പോവുകയാണെങ്കിൽ നീ നിന്റെ ബുദ്ധിയുടെ കരുത്തിൽ മുന്നേറണം. മനോഹരമായ വാചകമാണ് കേട്ടോ, ഉള്ളിൽ വല്ലാതെ തട്ടുന്ന വാചകമാണ്. ഒരിക്കൽ കൂടി ഞാൻ പറയാം. നിന്റെ കാലുകളിൽ ഒന്ന് നഷ്ടമാകുമ്പോൾ ഒരു കാലിൽ നീ നിൽക്കാൻ ശ്രമിക്കണം. കാലുകൾ രണ്ടും നഷ്ടമാകുമ്പോൾ കൈകളാവണം കരുത്ത്. ഇനി കൈകളും വിധി കൊണ്ടു പോവുകയാണെങ്കിൽ നീ നിന്റെ ബുദ്ധിയുടെ കരുത്തിൽ മുന്നേറണം. ഇന്നലെ വിട പറഞ്ഞ സാക്ഷരതാ പ്രവർത്തക പത്മശ്രീ KB റാബിയുടേതാണ് ഈ വാക്കുകൾ. KB റാബിയുടെ ജീവിതത്തിന് ചുറ്റും എല്ലാ കാലത്തും പ്രതിസന്ധിയുടെ ഒരു വലിയ കടലുണ്ടായിരുന്നു. ചുറ്റപ്പെട്ട വെള്ളത്തിന് കീഴടങ്ങാൻ മനസ്സില്ലാത്ത ദ്വീപ് പോലെ എല്ലാ പ്രതിസന്ധികൾക്കും മേലെ റാബിയെ തല ഉയർത്തി തന്നെ നിന്നു. 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് പോളിയോ റാബിയയുടെ ശരീരത്തെ പാതി തളർത്തിയത്. കിടക്കയിൽ അവസാനിക്കേണ്ട ജീവിതത്തിൽ നിന്നും പക്ഷേ ആ പെൺകുട്ടി ഫിനിക്സ് പക്ഷിയെപ്പോലെ ഉയർന്ന് പറന്നുകൊണ്ടേയിരുന്നു. തനിക്ക് വഴിവിളക്കായ അക്ഷര വെളിച്ചം മറ്റുള്ളവർക്കും പകർന്നു നൽകുക എന്ന ലക്ഷ്യത്തിൽ സാക്ഷരതാ പ്രവർത്തനത്തിനിറങ്ങി. 1990 ആ അക്ഷര വിപ്ലവത്തിന് തുടക്കം കുറിച്ചത്. 8 വയസ്സ് മുതൽ 80 വയസ്സ് വരെയുള്ളവർ റാബിയുടെ വീട്ടിലെ പഠിതാക്കളായി. സംസ്ഥാന സാക്ഷരതാ മിഷൻ അവാർഡ്, UN ഇന്റർനാഷണൽ അവാർഡ്, പത്മശ്രീ എന്നിവയെല്ലാം ഒന്നിനു പിറകെ റാബിയെ തേടിയെത്തി. അതിനിടെ ക്യാൻസർ രോഗം വെല്ലുവിളിയായി വീണ്ടും റാബിയെ തളർത്തി. പക്ഷേ ചികിത്സ തുടരുന്നതിനിടെ ബാത്റൂമിൽ വീണ് നട്ടലൊടിഞ്ഞ് വീണ്ടും കിടപ്പിലായി. അസഹനീയ വേദനയിൽ കിടക്കുമ്പോഴും റാബിയെ കളർ പെൻസിൽ ഉപയോഗിച്ച് നോട്ട്ബുക്കുകളുടെ പേജുകളിൽ എഴുതി തുടങ്ങി. അക്ഷരഹൃദയം, സ്വപ്നങ്ങൾക്ക് ചിറകുകളുണ്ട്. മൗന നൊമ്പരങ്ങൾ ഉൾപ്പെടെ 4 പുസ്തകങ്ങൾ വായനക്കാരിലേക്ക് ആത്മവിശ്വാസത്തിന്റെയും നിശ്ചയദാർഢ്യത്തിന്റെയും പ്രകാശം പടർത്തി. സ്വപ്നങ്ങൾക്ക് ചിറകുകളുണ്ട് എന്ന പുസ്തകം റാബിയുടെ ആത്മകഥയായി മാറി. റാബിയുടെ വാക്കുകൾ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു. നിന്റെ കാലുകളിൽ ഒന്ന് നഷ്ടമാകുമ്പോൾ ഒരു കാലിൽ നിൽക്കുക. കാലുകൾ രണ്ടും നഷ്ടമാകുമ്പോൾ കൈകളാവണം കരുത്ത്. കൈകളും വിധി കൊണ്ട് പോവുകയാണെങ്കിൽ നീ നിന്റെ ബുദ്ധിയുടെ കരുത്തിൽ മുന്നേറണം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, റാബിയ നമ്മുടെ മുന്നിൽ ഒരു വലിയ മാതൃകയാണ്, ഒരു ഊർജമാണ്. മുന്നോട്ട് പോകാൻ ഏത് പ്രതിസന്ധികൾക്കിടയിലും ഒരു വലിയ വെളിച്ചമാണ്. റാബിയ, സ്നേഹത്തോടെ കേരളം വിട പറയുന്നു. നീ അവശേഷിപ്പിച്ച വെളിച്ചത്തിൻ്റെ തെളിച്ചത്തിൽ ഞങ്ങൾ മുന്നേറും. എത്ര വെല്ലുവിളികൾ വന്നാലും, പോളിയോ ആവട്ടെ, ക്യാൻസർ ആവട്ടെ, ഒടുവിൽ അസ്ഥി ഒടിഞ്ഞ് കിടക്കുമ്പോഴാവട്ടെ, മുന്നേറാൻ നീ കാണിച്ച ആ മനോധൈര്യമാണ് ഞങ്ങളുടെ ഈ ദിനത്തിലെ പ്രധാനപ്പെട്ട സന്ദേശം.